ഫസ്റ്റ് പോർഷൻസ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ള കുട്ടികൾ ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മക്കളെ, നിങ്ങൾ എന്തായാലും ഇപ്പൊ എന്താണ് ടൈമൊക്കെ മെയിലേക്ക് മാറ്റി അധികം ലാഗ് എടുപ്പിക്കണ്ട. നമുക്ക് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇവിടെ എടുക്കുന്ന ഈ പോർഷൻ വളരെ കുറച്ച് പോർഷൻ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണെങ്കിൽ ഇവിടുത്തെ വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. മറ്റു കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിലെ നോട്ടോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ ടോപ്പിക്. ഇന്ന് എടുക്കുന്ന ടോപ്പിക് വളരെ കുറച്ച് പോർഷൻ, ഒരു പാഠത്തിന്റെ പകുതി നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ ആ പകുതി വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ, കേട്ടില്ലേ? അപ്പൊ അത് പഠിക്കുക. അപ്പൊ അങ്ങനെ ആ പോർഷൻ തീർന്നു പോട്ടെ. അപ്പൊ ഇവിടെ എടുക്കുന്ന ആ പോർഷൻ പകുതി പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു നോക്കുക. അതുപോലെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസും അസൈൻമെന്റ് തരുന്നൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ നമ്മള് അങ്ങനെ പതുക്കെ നമുക്ക് പോവാം കേട്ടല്ലോ. അപ്പൊ ഇന്ന് എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണ് കേട്ടോ. ടെക്സ്റ്റ് പ്രോബ്ലംസ് ഒന്നുകൂടി ചെയ്ത് നോക്കണം. കാരണം കുറെ നാളായി ഉണ്ടാവും ട്രയാങ്കിൾസ് ഒക്കെ സ്കൂളിൽ എടുത്തിട്ട് മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങൾ നല്ലപോലെ നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സിമിലർ ഫിഗറുകളെ കുറിച്ചാണ്. അപ്പൊ സിമിലർ ഫിഗറുകളെ കുറിച്ച് ചെറിയ ധാരണ നിങ്ങൾക്ക് ഉണ്ട് വിചാരിക്കുന്നു. നമ്മള് ടെക്സ്റ്റും കൂടെ എടുത്ത് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി വല്ല കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒപ്പം പഠിച്ചു പോവാം കേട്ടോ. മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ആദ്യം ഒരു സിമിലർ ഫിഗറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിമിലർ ഫിഗറുകളുടെ അകത്ത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഫിഗർ ആയിക്കോട്ടെ, ഒരു ക്വാഡ്രിലാറ്ററൽ ആവാം, ക്വാഡ്രിലാറ്ററൽസ് ആവാം, അതുപോലെ തന്നെ വേണമെങ്കിൽ പെന്റഗൺസ് ആവാം അല്ലെ, അല്ലെങ്കിൽ ഹെക്സഗൺസ്, ഏത് ഷേപ്പുള്ള ആളുകളായിക്കോട്ടെ അവര് സിമിലർ ആവാനുള്ള പോളിഗൺ, അതാണ് ആദ്യം പറഞ്ഞത്. പോളിഗൺസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പോളിഗൺസ് നമ്മൾ സാധാരണ ട്രയാങ്കിൾസിലെ പോലെ തന്നെ വരുന്ന അല്ലെ, 3 സൈഡ് അതിന് കൂടുതൽ ആൾക്കാർ പിടിക്കുന്നവരാണ് പോളിഗൺസ്. അപ്പൊ 2 പോളിഗൺസ് നമുക്ക് സിമിലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇത്രയുള്ള കണ്ടീഷൻസ്. അവരെ ആംഗിള് ഈക്വൽ ആയിരിക്കും, നിർബന്ധമാണ്. ഏത് ഇവിടെയാണെങ്കിലും അവരുടെ ആംഗിൾസ് പരസ്പരം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കണം അല്ലെ, ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അതാണ് ഒരു ക്രൈറ്റീരിയ ഉള്ളത്. ഓക്കെ, അപ്പൊ ആംഗിൾസ് ഈക്വൽ ആയുള്ള ഒരു ക്രൈറ്റീരിയൻ ആണ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം എന്നതാണ് ഒരു ക്രൈറ്റീരിയ. അതുപോലെ അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കണം? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 ക്രൈറ്റീരിയൻ ആണുള്ളത്. ഏത് എന്നാണ് പോളിഗൺസും സിമിലർ ആവാനായിട്ട്? ഒന്ന് അവരുടെ ആംഗിൾസ്, ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെ തന്നെ സൈഡ്സ് അവർ എന്തായിരിക്കണം? സെയിം പ്രൊപ്പോർഷൻ ആയിരിക്കണം എന്ന ക്രൈറ്റീരിയ. ഇതാണ് ജനറലി എല്ലാ പോളിഗൺസിനും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ്, ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ എക്സസൈസിലെ പ്രോബ്ലംസ് എല്ലാം ടെക്സ്റ്റുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നമ്മളതിവിടെ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് പഠിക്കണം, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കണം കേട്ടോ, ആ ടോപ്പിക് പഠിക്കണം. അപ്പൊ അതിപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുന്നത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾസിൽ സിമിലാരിറ്റി ക്രൈറ്റീരിയ വരികയാണെങ്കിൽ ഒരു 2 ട്രയാങ്കിൾസ്, അപ്പൊ അതിൽ ആദ്യം പഠിക്കുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ് അല്ലെ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, BPT എന്ന് അറിയപ്പെടുന്ന ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പൊ അത് പറയുന്നത് എന്താണ്? തിയറം അതുപോലെ തന്നെ പ്രൂഫും പഠിച്ചു വെക്കണം കേട്ടോ. തിയറം അതിന് പ്രൂഫ് നമ്മുടെ ഇവിടുത്തെ റെഗുലർ ക്ലാസ്സിലെ കുട്ടികൾക്ക് അതിന്റെ വീഡിയോയിൽ അവൈലബിൾ ആണ് നമ്മുടെ ഇതിന്റെ അകത്ത്. അപ്പൊ നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുള്ളൂ ക്രക്സിന്റെ ഇടയിൽ. മുമ്പത്തെ വീഡിയോസുകൾ കണ്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ചേർന്ന കുട്ടി ഉണ്ടാവില്ല, അത് വീഡിയോ കാണാം, അല്ലെങ്കിൽ ആ പ്രൂഫ് എന്തായാലും പഠിക്കാം കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു ട്രയാങ്കിൾ ആണ് ബേസിക് പ്രൊപ്പോർഷൻ തിയറം പറയുന്നത്. ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേര് കൊടുക്കുന്നു, പേര് കൊടുക്കാൻ ഇങ്ങനെ അല്ലെ, ABC ആണ് പൊതുവെ ട്രയാങ്കിൾസിന് പേര് കൊടുക്കാറുള്ളത്. ആ ട്രയാങ്കിൾസില് പറയുന്ന നമ്മളൊരു ലൈൻ ജോയിൻ ചെയ്യാം. ലൈൻ ഈസ് ജോയിൻ parallel to one side. ഏതെങ്കിലും ഒരു സൈഡിനെ ഇവിടെ BC സൈഡിനെ പാരലൽ ആയിക്കൊണ്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് B and E എന്ന് പറഞ്ഞ 2 പോയിന്റുകൾ എന്ത് ചെയ്യുന്നത് മറ്റു 2 സൈഡുകളെ ഇന്റർസെക്ട് ചെയ്യും. എന്തായത്? ഒരു പാരലൽ അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു പാരലൽ ലൈൻ വരച്ചു. BC പാരലൽ ഞാൻ ലൈൻ വരച്ചു, അതിലാണ് DE എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ഇപ്പോ ഈ ലൈൻ എന്ത് ചെയ്തു? ഈ 2 സൈഡുകളെ ABയെയും ACയെയും D എന്ന പോയിന്റും E എന്ന പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡുകളെ അല്ലെ ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും?
സെയിം ആയിരിക്കും എന്ന് പറയുന്നത് AD by DB is equal to AE by EC. ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൽ പറയുന്നത് അല്ലേ? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി പറഞ്ഞ കാര്യം ഏതാണ്? എന്താ പറഞ്ഞുള്ളത്? എന്താണ്? ഒരു സൈഡിനെ പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എന്ത് ചെയ്യുന്നു? മറ്റു രണ്ട് സൈഡുകളെ രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എങ്കിൽ ഈ ടു സൈഡുകളുടെ ഈ ഇന്റർസെക്ട് റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഈ ലൈൻ ഇതിന് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത് അതേ റേഷ്യോയിലായിരിക്കും ഇവിടെയും ഡിവൈഡ് ചെയ്തത്. AD by DB is equal to AE by EC എന്നുള്ളതാണ് പറയുന്നത്. ഇത് ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യം പഠിക്കുന്നത് അതിനെ കുറിച്ചാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിമിലാരിറ്റി ക്രൈറ്റീരിയയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് പ്രൊപ്പോർഷണൽ തിയറം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താ പറയുന്നത്? ഇവിടുത്തെ റേഷ്യോ എന്താണ്? AD by DB is equal to AE by EC. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമുള്ളത്. തിയറമായിട്ട് ഒന്ന് പഠിക്കുമ്പോൾ അതിന്റെ പ്രൂഫും കൂടെ പഠിക്കുക. തിയറം പ്ലസ് പ്രൂഫ് അത് വരാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. അത് പഠിച്ചു കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ദിവസം ട്രയാങ്കിൾസിനെ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം ട്രയാങ്കിൾസിന്റെ എക്സാം നടത്തുമല്ലോ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ആ പ്രൂഫ് അടക്കം ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് മീൻസ് നമ്മുടെ തിയറി ആദ്യം പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാം കേട്ടോ. നമുക്ക് സിമിലാരിറ്റി ഇത്രയും എടുക്കുന്നുള്ളൂ. ബേസിക് പ്രൊപ്പോർഷണൽ തിയറം സിമിലാരിറ്റി മാത്രം എടുക്കുന്നുള്ളൂ. ഓക്കെ, അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാം. അപ്പൊ സിമിലർ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവാനായുള്ള ക്രൈറ്റീരിയ ഇത് ക്ലിയർ അല്ലേ? മാസോട്ടെ നോ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും യെസ് എന്ന് പറയാൻ നിൽക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട്. മാസോട്ടെ ഞാന് അപ്പൊ ആരും നോ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിന് ബാക്കിയാണ്. അനാൻ SR എത്ര നേരം വൈകിയതാണോ? നാളെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരുടെയും പരിപാടികളൊക്കെ ഞാൻ കണ്ടു കിട്ടും. ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരും പേഴ്സണലി ഞാൻ എന്താണ് വിളിച്ചിങ്ങനെ പറയാഞ്ഞിട്ടാണ്. എനിക്ക് കുറച്ച് ഞാൻ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്നുകൂടെ ഞാൻ കാണട്ടെ. എന്നിട്ട് ഞാൻ എല്ലാവർക്കും പരിപാടികളെ കുറിച്ച് വിശദമായിട്ട് പറയാം. എന്തായാലും ബാക്കി നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടാവില്ല. നല്ല നല്ല പരിപാടികളാണ് എല്ലാം ചെയ്തുള്ളത് അല്ലേ? കുറെ പേരുടെ പരിപാടി ആയിട്ട് എനിക്കെന്നെ അസൂയായി പോയി ആയിട്ടുണ്ട് എന്തായാലും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് തൽക്കാലം പോവാം. 1 മണിക്കൂറുള്ളൂ നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ സമയം കുറച്ച് ഡിസ്കസ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ABC ട്രയാങ്കിൾസിന് എപ്പോഴും ഇങ്ങനെ പേര് കൊടുക്കുക. വേറെ പേര് കൊടുത്തോട്ടെ നമുക്ക്. എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നത് PQR. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവാൻ കുറെ കണ്ടീഷൻസ് ഉണ്ട്. കുറെ തരത്തിൽ നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയൊക്കെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് ബേസിക് ആയിട്ട് ഏതൊക്കെ വേണം, ഏതൊക്കെ ക്രൈറ്റീരിയ, കുറെ ക്രൈറ്റീരിയകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഏതായിരുന്നു? ഫസ്റ്റ് ക്രൈറ്റീരിയ ഏതാണ് പഠിച്ചത്? ഒന്നുകിൽ 3 ആംഗിൾസ് ഈക്വൽ അല്ലേ. അത് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. രണ്ട് ആംഗിൾ ഈക്വൽ ആയാലും മതി. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് സിമിലർ ആയിരിക്കും. അല്ലെങ്കിലോ 3 സൈഡുകള് പ്രപ്പോർഷൻ ആയിരിക്കണം അല്ലെ. 3 സൈഡില് പ്രപ്പോർഷൻ ആയിരിക്കണം. SSS. അപ്പൊ ഇവിടെ ആംഗിൾസ് ഈക്വൽ ആവണം. സൈഡുകൾ ഈക്വൽ ആണ് നിർബന്ധമില്ല. സൈഡുകളുടെ റേഷ്യോ എന്തായാൽ മതി? പ്രപ്പോർഷൻസ് ആയാൽ മതി അല്ലെ. സൈഡുകളുടെ റേഷ്യോസ് സെയിം ആയാൽ മതി. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താ? SAS. രണ്ട് സൈഡുകളുടെ റേഷ്യോ സെയിം ആവുകയും അവരുടെ ഇടയിലുള്ള ആംഗിൾ എന്താവണം? ഈക്വൽ ആവുകയും വേണം. അങ്ങനെയാണ്. ഓക്കെ, രണ്ട് സൈഡുകള് എന്താണ്? സൈഡുകൾ റേഷ്യോ സെയിം ആവുകയും ഇടയിലുള്ള ആംഗിൾ എന്താവും വേണം? ഈക്വൽ ആവുകയും വേണം അല്ലെ. അപ്പൊ ഇവിടെ ക്രൈറ്റീരിയ പ്രകാരം ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. നോക്കൂ, ഇവിടെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B, അതുപോലെ ആംഗിൾ B is equal to ആംഗിൾ Q അല്ലെ. ഈ ക്രൈറ്റീരിയ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ അത് തെളിയിക്കാൻ നമുക്ക് ആംഗിൾ A is equal to ആംഗിൾ B എന്ന് പറയാം. അതുപോലെ ആംഗിൾ B is equal to ആംഗിൾ Q. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താ പറയാം? സിമിലർ ആണെന്ന് പറയാം അല്ലെ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ 3 സൈഡുകളുടെ റേഷ്യോ സെയിം ആവണം. അതായത് AB by വരുന്ന AB by PQ, അതുപോലെ തന്നെ എന്താണ് BC by QR is equal to AC by PR. SAS പറയുമ്പോഴത്തേക്കും അപ്പൊ ഇത് 3 സൈഡുകൾ ഈക്വൽ ആണ് കേസ് കേട്ടോ. ഓക്കെ, ഇനി എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്.
രണ്ട് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. നോക്കൂ, ഞാൻ തൽക്കാലം പറയുന്നത് ഈ രണ്ട് സൈഡുകൾ, ഇതും ഈ സൈഡും ഈ സൈഡും, അതുപോലെ ഇതും റേഷ്യോ ഈക്വൽ ആയിട്ട് പറയുന്നത് വരിക AB by PQ is equal to AC by PR. രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്, രണ്ട് സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണ്. അപ്പൊ അവിടെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. ഏതാണ് ഇൻക്ലൂഡഡ് ആംഗിൾ? ഈ രണ്ട് സൈഡുകളുടെ ഇടയിലുള്ള ആംഗിൾ. ഇടയിലുള്ള ആംഗിൾ ഏതാണ്? A. അപ്പൊ A is equal to PA. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പൊ ഇത്രയും ക്രൈറ്റീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് ആദ്യം രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, അപ്പൊ അത് AA ക്രൈറ്റീരിയൻ എന്ന് പറയും. മൂന്ന് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണ് എങ്കിൽ എന്ന് പറയും SS ക്രൈറ്റീരിയൻ എന്ന് പറയും. അതായത് രണ്ട് സൈഡുകളുടെ റേഷ്യോയും അവർ ഇൻക്ലൂഡ് ആംഗിൾ ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്താ പറയുക? SAS എന്ന് പറയും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താ പറയാം? സിമിലർ ആണെന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാല്ലേ? ഓക്കെ, വേഗം എടുത്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഞാൻ പകുതി ചെയ്താ പോരെ? ബാക്കി ചെയ്ത അയച്ചോളില്ലേ അസൈൻമെന്റ് ആയിട്ട്? ഓക്കെ, കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി മക്കളെ. 11th ക്വസ്റ്റ്യൻ കേട്ടോ. 11th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഇത് ഹോംവർക്ക് ആണ്. അപ്പൊ ഡി പാരലൽ ടു ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചുകൊണ്ട് നേരത്തെ വരച്ച ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ABC. ഓക്കെ, DE ഉണ്ട്, ഇവിടെ D ഉണ്ട്, ഇവിടെ 7.2, 1.8, 5.4 ഒക്കെ സെന്റിമീറ്റർ ആണ് കേട്ടോ. സെന്റിമീറ്റർ ഉണ്ട്. അപ്പോ എന്ത് കാണാനാ? ക്വസ്റ്റ്യൻ AD കാണണം. സിമ്പിൾ അല്ലേ? എന്താണ് ഇവിടെ? ഏത് തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത്? BPT അല്ലേ? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? AD by DB is equal to AE by EC. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി? ബേസിക് പ്രൊപ്പോർഷൻ തിയറം അല്ലെ? ബേസിക് പ്രൊപ്പോർഷൻ തിയറം പ്രകാരം നമ്മൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. AD അത് വാല്യൂസ് കൊടുക്കാം. AD by DB എത്രയാ? 7.2 equal to AE എത്രയാ? 1.8 by 5.4. AD is equal to 7.2 അങ്ങോട്ട് എടുക്കാം. 1.8 into 7.2 by ഇവിടെ ബേസിക് പ്രൊപ്പോർഷൻ തിയറം ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? വായിക്കാം. ചെയ്തോളില്ലേ? ബാക്കി ചെയ്തോളില്ലേ? ഓക്കെ, ഉണ്ടാവും കുറെ പേർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യൻ നോക്കൂ എല്ലാവരും. മക്കൾ അത്രയും ചെയ്താൽ മതി കേട്ടോ. കാൽക്കുലേഷൻ പിന്നെ ചെയ്യാം, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തോളൂ. ഈ ട്രയാങ്കിൾ ABC നെയിം ഓഫ് ട്രയാങ്കിൾ തന്നെയാണ് എന്താ പറഞ്ഞിട്ടുള്ളത്. ഇത് മാച്ചോട്ടെ ഞാന്. ജിക്ക് ലക്ഷ്മി next triangle ABC, then DE ഇവിടെ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? sin x plus 3 x plus 1 x plus 5. find the value of x. ഇവിടെ ഇത് പാരലൽ ആവുന്ന സ്ഥിതിക്ക് അല്ലെ? DE പാരലൽ ടു BC എന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ബേസിക് പ്രൊപ്പോർഷൻ തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത് മക്കളെ പറഞ്ഞോളൂ? AD divided by DB is equal to AE divided by EC. ഏത് തിയറം പ്രകാരം? by BPT അല്ലെ? ബേസിക് പ്രൊപ്പോർഷൻ തിയറം എന്നുള്ള എഴുതിക്കുക. വാല്യൂ കൊടുക്കുക. x by x plus 1 AD x ആണ്, DB x plus 1 is equal to AE x plus 3 EC x plus 5. x into x plus 5 is equal to
x plus 3 into x plus 1. Bracket expand ചെയ്യാം. Bracket expand ചെയ്യുമ്പോൾ എന്ത് വരും? x into x, x square plus x into 5, 5x. ഈ bracket expand ചെയ്യും. Initial expand ചെയ്യുമ്പോൾ x into x, x square, x into 1, ഇവിടെ plus 1 ഉണ്ട്. x into 1, x plus 3 into x, 3x plus 3 into 1, 3. x square കട്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5x is equal to 4x plus 3 എന്നാണ് അല്ലേ? x ഉം 3x കൂടെ 4x. x ഇങ്ങോട്ട് എടുക്കും. 5x minus 4x is equal to 3. That is x equal to 3 എന്ന് ഉത്തരം വരും. Very good. ാണല്ലോ ഇത് ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾക്ക് കഴിഞ്ഞു എഴുതിയിട്ട് ചിലര് പകർത്തുന്ന ആൾക്കാരുണ്ടാവേ, അവര് അവസാനത്തെ സ്റ്റെപ്പ് വരെ കിട്ടാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. തനിച്ച് ചെയ്തോ ഇവിടെ പെട്ടെന്ന് മാച്ച ഇനിയിപ്പോ എന്നെ കിടന്ന് ആവുക. ശരിയായ മാച്ചോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ പോവല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് given figure triangle ABC similar to, അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? അതെ, കണ്ടിട്ട് റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ അത് അവിടെ 90 ഡിഗ്രി ഒന്നും പറയാത്തതുകൊണ്ട് റൈറ്റ് ട്രയാങ്കിൾ വിചാരിക്കാൻ പാടില്ല കേട്ടാ. നമ്മൾ തോന്നുന്ന പോലെ വിചാരിക്കരുത് മനസ്സില്. അവര് പലതും അവർ വരച്ചിട്ടുണ്ടാവും. അവിടെ റൈറ്റ് ട്രയാങ്കിൾ പറയാവുന്ന കാലമാണ് നമ്മൾ വിചാരിക്കാൻ പാടില്ല. 3, 6 വലിയുണ്ട്, ഇവിടെ 30 ഡിഗ്രി ഉണ്ട്, കുറെ പറഞ്ഞല്ലോ. B, Q. മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, അതാണ് ABC. ABC. ഇത് 4√3. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർ ആണ് എങ്കിൽ എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? y plus z കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളുകൾ തന്നിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കേസ് എങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ABC similar to triangle PQR എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പ്രപ്പോർഷണാലിറ്റി എഴുതുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കാണ്ട് എഴുതാൻ പറ്റൂലേ? നമുക്ക് എങ്ങനെ നോക്കാണ്ട് എഴുതാൻ പറ്റുക? എഴുതുന്നേ ആദ്യത്തെ രണ്ടാണ് അല്ലെ? ഇവിടുത്തെ ആദ്യത്തെ രണ്ടാണ് എടുക്കാരാണ് AB ബൈ ഇവിടുത്തെ ആദ്യത്തെ രണ്ടാണ് ആരാ? PQ. അടുത്ത ഇവിടുത്തെ രണ്ടാണ് ആരാ? BC ബൈ ഇവിടുത്തെ അടുത്ത രണ്ടാണ് QR. അത് ഇവിടെ നിന്ന് ഏത് പൊസിഷൻ ആണ് എടുക്കണേ അതേ പൊസിഷൻ ഇവിടെ എടുക്കാം. ഇനി നമുക്ക് പറഞ്ഞ എടുക്കണമല്ലോ ആരാ? AC ഫസ്റ്റും ലാസ്റ്റും AC ബൈ ഇവിടുത്തെ ഫസ്റ്റും ലാസ്റ്റും ആരാ? PR. ആദ്യത്തെ രണ്ടെണ്ണം എടുത്തു, ഇവിടുത്തെ ആദ്യത്തെ രണ്ടെണ്ണം. അപ്പൊ ഇവിടെ അവസാനത്തെ രണ്ടെണ്ണം എടുത്തു, അപ്പൊ ഇവിടുത്തെ അവസാനത്തെ രണ്ടെണ്ണം എടുത്തു. ആദ്യത്തെ അവസാനത്തെ എടുത്തു, ഇവിടെ ആദ്യത്തെ അവസാനത്തെ എടുത്തു. ഓക്കെ, നമുക്ക് വേണ്ടത് മക്കളെ ഇവിടെ എല്ലാം ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ആരൊക്കെയാണ്? വൈയും സെഡും അല്ലേ വേണ്ടത്? വൈ പ്ലസ് സെഡ് അല്ലേ കാണേണ്ടത്? അപ്പൊ അത് ഉള്ളത് മാത്രം എടുത്താൽ പോരെ. എവിടെയാ വൈ ഉള്ളത്? വൈ വെച്ചാൽ ആരാ? PR അല്ലേ? വൈ PR. അപ്പൊ ഇയാളുള്ളത് വേണം. പിന്നെ ആരാ ഉള്ളത്? സെഡ് വെച്ചാൽ AB ആണ് അല്ലേ? അപ്പോ കണ്ടെത്താം. അത് പ്രശ്നമുണ്ട്, നമുക്ക് വൈയും സെഡ് കണ്ടെത്തണ്ടേ? അപ്പൊ ഓരോന്ന് ഓരോന്ന് ഇക്വേറ്റ് ചെയ്യണം BC/QR ആയിട്ട് കേട്ടോ. നമുക്ക് ആദ്യം അറിയണത് BC/QR ആണ്, കൃത്യമായിട്ട് അറിയണ റേഷ്യോ. അപ്പൊ അതിൽ നിന്ന് ആര് കണ്ടെത്തണം? വൈയും സെഡും കണ്ടെത്തണം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പൊ നമുക്ക് വാല്യൂ കൊടുക്കാം. AB യുടെ വാല്യൂ സെഡ് ബൈ PQ. PQ എത്രയാണ്? 3 ഈക്വൽ ടു BC എത്രയാ? BC 8 ബൈ QR എത്രയാണ്? 6 ഈക്വൽ ടു AC എത്രയാ? 4√3 ബൈ PR.
അല്ലെ? നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ട് ഇക്വേറ്റ് നമുക്ക് സെഡ് കിട്ടും. എന്തായാലും പറഞ്ഞേ സെഡ് is equal to 3 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ z by 3 is equal to 8/6. 6 കട്ട് ചെയ്ത് കളയാം 2 times 8/2 4. അപ്പൊ z equal to 4 എന്ന് വരും. ഞങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഈ രണ്ട് ഇക്വേറ്റ് y കിട്ടും. 8/6 is equal to അതിനെ തിരിച്ച് എഴുതാം 4/√3. ശരി, 8/6 equal to 4√3/y. Cross ചെയ്യാം. Cross ചെയ്താൽ 8y is equal to 6 into 4√3. So y is equal to വരും 6 into 4√3/8. അത് കളയാം. 4 8 2 times 2 6 3 times. So y is equal to 3√3. So y plus z എന്നാണ് ക്വസ്റ്റ്യൻ. y plus z വെച്ച് കഴിഞ്ഞാൽ y 3√3 ആണ് പ്ലസ് 4 z 4. ഇതൊരു കാര്യമുണ്ട്, ഇതില് 3യുടെ √3യുടെ വാല്യൂ 1.73 എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് നോക്കിയിട്ട് ഇപ്പൊ 2 മാർക്ക് അല്ലേ, 2 മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ചെറിയൊരു സ്പേസ് വിട്ട് വെക്കുക. ഓക്കെ, 1.73 ഇപ്പോഴേ കൊടുത്ത് ചെയ്തിട്ടുണ്ട്, സമയം കളയരുത് കേട്ടോ അതിനൊന്നും വേണ്ടിട്ട് അധികം. ഓക്കെ, ചിലപ്പോ നമുക്ക് ആൻസർ കീ മതിയോ, അതെന്താ അറിയോ, ചില സമയത്ത് അത് ആൻസർ കീ മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് ചെയ്യാം √3യുടെ വാല്യൂ. ഇതിവിടെ നിർത്തി വെക്കാം, അടുത്ത് പ്രൊളക്ട് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല കേട്ടോ. √3യുടെ വാല്യൂ ലാസ്റ്റ് 1.73 ലാസ്റ്റ് കൊടുത്താൽ മതി കേട്ടല്ലോ. √3യുടെ വാല്യൂ 1.73 എന്ന് പറഞ്ഞൂടെ, എന്താണ് ഒരു മൈൻഡിലാണ്ടിരിക്കണേ. ശരി, 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ മക്കളെ. ഇതേപോലത്തെ രണ്ട് ട്രയാങ്കിൾസ് ആണ്. ആദ്യത്തെ ട്രയാങ്കിള് P Q X Y Z. 70 degree, ഇത് 60 degree, 6√3. ഇവിടെ 4.2, 3√3, 8.4. നമ്മുടെ ആംഗിൾ എക്സ് വെച്ചിരിക്കുകയാണ്. ഇതിനെന്ത് നമ്മൾ ചെയ്യും, ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതില് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഏതൊക്കെ സൈഡുകളാണ് പ്രപ്പോർഷൻ മനസ്സിലാവില്ല. ഏതൊക്കെ സൈഡുകളാണ് പ്രപ്പോർഷൻ ആയിട്ടുള്ളത് നമുക്ക് ചെറിയൊരു നമുക്ക് ഉണ്ടല്ലോ, എന്താണ് ഇവിടെ √3 ഉണ്ട്, ഇവിടെ √3 ഉണ്ട് അല്ലെ. അത് ഒരു പ്രപ്പോർഷൻ ആയി, അത് അതിന്റെ റേഷ്യോ അതിൽ കാണാം. അതേ റേഷ്യോ തന്നെയാണ് മറ്റു സൈഡുകൾക്ക് നോക്കണം, അങ്ങനെയല്ലേ പ്രപ്പോർഷൻ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഞാൻ PR/, കാരണം വെച്ചാലേ ഇവിടെ √3 ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത് അവന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ആദ്യം അവര് റേഷ്യോ കാണാം, അതേ റേഷ്യോ തന്നെയാണ് മറ്റു സൈഡുകൾക്ക് നോക്കണം. എക്സ് മാർക്ക് ചെയ്തിട്ടില്ലേ, ഇവിടെ 14, ഇവിടെ 7, ഇവിടെ 14. ഏതാണ് PR/, PR/X എത്ര വരുന്നത് നമുക്ക് വന്നുള്ളത് 3√3/6√3, 1/2. കളയുക 1/2. അതുപോലെ തന്നെ PQ/ പോയിന്റ് ഉള്ളത് 8.4 അല്ലേ ഉള്ളത്, YZ എത്ര വരുന്നത്, അതും 4.2/8.4, അത് 1/2 വരും. അപ്പൊ റേഷ്യോ സെയിം ആണല്ലോ. ഇനി QR/XY ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക, 7/40, അത് 1/2 ആണ്. നമ്മൾ ആദ്യം ചെയ്ത് നോക്കണം കേട്ടോ, നമുക്ക് ഇങ്ങനെ വെറുതെ എഴുതിക്കാൻ പറ്റത്തില്ല, നമ്മൾ പറയണം ഇതിങ്ങനെ റേഷ്യോ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം ഏതൊക്കെ റേഷ്യോസ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ളത്.
therefore അല്ലേ നമുക്ക് പറയാൻ പറ്റും PR by x z is equal to PQ by pi z is equal to QR by x. അങ്ങനെയല്ലേ? ഇപ്പൊ ഏതൊക്കെ സൈഡുകളാണ് പ്രൊപ്പോർഷൻസ്? ഏതൊക്കെ സൈഡാണ് പ്രൊപ്പോർഷൻസ് നോക്കൂ. PQ ഇതും പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ ഇതും പ്രൊപ്പോർഷൻ പ്രൊപ്പോർഷൻ അല്ലെ? ഇത് മൂന്ന് പ്രൊപ്പോർഷൻസ് ആണ്. അപ്പൊ ഏതൊക്കെ സൈഡുകളാണ് പ്രൊപ്പോർഷൻ അവരുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ടതാണ് പറഞ്ഞത്. ഞാൻ ഈ സ്റ്റൈൽ എഴുതാണ്. അതായത് ഈ റേഷ്യോ ഈക്വൽ ആണ്. എങ്ങനെയാണല്ലോ റേഷ്യോ ഈക്വൽ ആണ് എങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിച്ചോളൂ. പിആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? Q. പിആറും XY ആണ്, അവരുടെ പ്രൊപ്പോർഷൻ ആണ്, അവരുടെ റേഷ്യോ ആണ്. മറ്റുള്ള അല്ലെ ഇവർ രണ്ടുപേരും പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ ആരാ? Q. അപ്പൊ ആംഗിൾ Q സോറി കേട്ടോ ആംഗിൾ Q is equal to angle Q is equal ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ Q ആണ്, ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ Y ആണ്. ആംഗിൾ Y. ഓക്കേ. അതുപോലെ നമുക്ക് പറയാൻ പറ്റും ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ എല്ലാ ആംഗിളുകളും കണ്ടെത്തി വെച്ചോളൂ കേട്ടോ. ഇത് എത്രയാ വരിക? 16 17 കൂടെ കൂട്ടിയ 130 അല്ലേ? ആംഗിൾ ഒരു കാര്യം ആംഗിൾ 6 അത് തന്നെ വേണമെങ്കിൽ കണ്ടെത്തി വെച്ചോളൂ. ആംഗിൾ 6 അത് വേണമെങ്കിൽ ചെയ്യാം. ആംഗിൾ 6 ആദ്യം ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ആംഗിൾ 6 വരിക 180 മൈനസ് നിങ്ങൾ മൈൻഡിൽ കണക്കൂട്ടൊക്കെ ഇവിടെ ചെയ്തോ കേട്ടോ. 60 പ്ലസ് 70 180 മൈനസ് 130 that is 50 അല്ലേ? 50 ഡിഗ്രി ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ഒക്കെ പേപ്പറിൽ ഉണ്ടാവണം കേട്ടോ. ഒരു കാരണവശാലും നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. പേപ്പറിൽ ഉണ്ടാവണം. കാരണം ഒക്കെ മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് പ്രൊപ്പോർഷൻസ് പറയാം. ആംഗിൾ Q നമുക്ക് വേണ്ടത് X അല്ലേ വേണ്ടത്? അപ്പൊ അത് കണ്ടെത്തിയാൽ മതി. ഇപ്പൊ എല്ലാം വേണ്ട. എക്സിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എക്സിന് ഓപ്പോസിറ്റ് സൈഡ് ആരാ? Y z അല്ലേ? എക്സിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? Y z. ഈ Y z കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള സൈഡ് ആരാണ്? PQ അല്ലേ? കാരണം എക്സിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? Y z. ഈ Y z ആരോടാണ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത്? PQ-നോടാണ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത് അല്ലേ? ആണോ അല്ലേ മക്കളെ? ഒരു കാര്യം ചെയ്തു അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ആദ്യം ആംഗിൾസ് തന്നെ എഴുതി. ഇതാണ് PR of X എന്ന് പറയാം. ആംഗിൾ Q is equal to ആരാ വന്നിരുന്നേ? ആംഗിൾ Y. നെക്സ്റ്റ് ഇവിടെ അടുത്ത ആരാ? PQ by YZ. PQ ന് ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ R is equal to ആംഗിൾ X. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത് ആരാണ്? ആംഗിൾ P. Therefore triangle PQR similar to triangle PQR. PQR പറഞ്ഞേക്കണം. P യുടെ ഓപ്പോസിറ്റ് Z Y X. PQR similar to Z Y X അല്ലേ? P യുടെ ഈക്വൽ Z, Q യുടെ ഈക്വൽ Y. P യുടെ സ്ഥാനത്ത് Z കൊടുക്കണം, Q യുടെ സ്ഥാനത്ത് Y കൊടുക്കണം, സ്ഥാനത്ത് X കൊടുക്കണം. Therefore angle X is equal to angle R. Therefore angle X is equal to 50 degree. ഓൾറെഡി കുറെ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോറി ഒക്കെ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. ഇതാണ് ഞാനിവിടെ കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ഒന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ 15 തനിയെ ചെയ്യാൻ പറ്റും നോക്കൂട്ടോ. ഞാൻ പറഞ്ഞതിനേക്കാൾ മുമ്പേ തനിച്ച് ഫിഗർ ഒക്കെ വരച്ച് ഫിഗർ ഒക്കെ അവിടെ ഉണ്ട് അതിന്റെ ചെയ്യാൻ പറ്റും നോക്കും. ട്രയാങ്കിൾ ABC D നേരത്തെ വരച്ച പോലെ ട്രയാങ്കിൾസ് ആണ്. ABC
DE. AD തന്നിട്ടുണ്ട് 2.4 തന്നിട്ടുണ്ട്. AB വന്നിട്ടുണ്ട് 3.2 അല്ലേ? AB 3.2 ആണ് വന്നിട്ടുണ്ട്. മൊത്തം 3.2 ആണ്. AC വന്നിട്ടുണ്ട്. AC 8. കാണുന്നത് ആരുടെ ലെങ്ത് ആണ്? എയുടെ ലെങ്ത് ആണ്. അപ്പോ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഇത് ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ആരെല്ലാം കണക്ഷൻസ് ആണ് വേണ്ടത്? നമുക്ക് ആരെല്ലാം കണക്ട് ചെയ്താലാണ് ഉത്തരം കിട്ടുക എന്നുള്ള ആലോചിച്ചു തന്നുള്ള ആൾക്കാർ നോക്കൂട്ടോ. നമുക്ക് ഞാൻ പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. അതായത് ADയും AB is equal to AE by AC. AD by AB is equal to AE by AC എന്നൊരു റിലേഷൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് വളരെ ഈസിയാണ്. പക്ഷെ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ? എവിടെയും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് രണ്ടും പാരലൽ സിമിലർ ആണെന്ന് തെളിയിക്കാൻ കുഴപ്പമില്ല. അത് അല്ലാതെ BPT ഇവിടെ ഉപയോഗിക്കാം. BPT അത് ശ്രദ്ധിക്കാം. നമുക്ക് അറിയുന്നത് BPT പ്രകാരം നമുക്ക് എന്താ അറിയാം? AD by DB is equal to AE by EC നമുക്കറിയാം. എന്ത് പ്രകാരം മക്കളെ? ബൈ BPT അല്ലെ? BPT പ്രകാരം ഇത് രണ്ടും അറിയാം. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യും. അതിന് മുമ്പ് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു 1 ആഡ് ചെയ്യുമ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് ആരാണ്? എനിക്ക് ഇതിൽ വേണ്ടാത്ത ആളാണ്. നോക്കിക്കേ, AD by DB is equal to AE by EC നമുക്ക് ഉള്ളത്. നമുക്ക് കിട്ടേണ്ടത് ഏതാ? AD by DB is equal to AE by AC അല്ലേ കിട്ടേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒഴിവാക്കേണ്ട ആളാരാ? DB അല്ലേ? ഒഴിവാക്കേണ്ട ആളാരാ? DB. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഒഴിവാക്കേണ്ട പലതും നോക്കി മനസ്സിലാവും അല്ലെ? നമുക്ക് ഇതാണ് ഉള്ളത്, നമുക്ക് ഇതുപോലെ കിട്ടണം, എന്നാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് മക്കളെ? DB ഒഴിവാക്കണം. ആ ഒഴിവാക്കേണ്ട ആൾ എപ്പോഴും ന്യൂമറേറ്ററിലായിരിക്കണം. അത് മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ആരാണോ ഒഴിവാക്കേണ്ടത്, ഇവിടുത്തെ ഒഴിവാക്കേണ്ട ആൾ ആരാണോ ഒഴിവാക്കേണ്ടത് എന്താ മനസ്സിലായത്? നമുക്ക് AD by DB is equal to AE by AC നമുക്ക് അറിയാം. നമുക്ക് അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റാണ്. AD by AB is equal to AE by AC മാറ്റി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഈ പ്രോബ്ലം ഉത്തരം കിട്ടും. അപ്പൊ അവിടുന്ന് DB മാറ്റിട്ട് AB ആക്കണം അല്ലെ? അപ്പൊ DB ഒഴിവാക്കണം. അപ്പൊ ആരാണ് ഒഴിവാക്കേണ്ടത്? അത് എപ്പോഴും ന്യൂമറേറ്ററിലായിരിക്കണം. അതെപ്പോഴും ന്യൂമറേറ്റർ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അതെപ്പോഴും ന്യൂമറേറ്ററിലായിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? റെസിപ്രോക്കൽ എടുത്തൂടെ? DB by AD is equal to EC by A. നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. എന്നിട്ട് രണ്ട് സൈഡും 1 ആഡ് ചെയ്യും. രണ്ട് സൈഡ് 1 ആഡ്. നമുക്ക് അങ്ങനെ രണ്ട് സൈഡ് 1 ആഡ് ചെയ്യാലോ അല്ലേ? 1 ആഡ്. നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കിയേ. ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? DB by ക്രോസ് ചെയ്യുമ്പോൾ അറിയാലോ DB. നിങ്ങളുടെ ക്രോസ് ചെയ്താൽ AD into 1 AD by AD is equal to EC plus നിങ്ങൾ ക്രോസ് ചെയ്താൽ AE by ഇപ്പൊ എന്താ മക്കളെ? DBയും ADയും കൂടെ കൂട്ടിയാൽ ആരാണ്? DB AD കൂടെ കൂട്ടിയാൽ AB അല്ലേ? അപ്പൊ AB by AD is equal to AC by DB by AD is equal to AC by. ഇതായാലും മതി. ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ പറയാം ഇത് കിട്ടാനായിട്ട്. നമ്മൾ ചെയ്ത എന്താണ്? നമുക്ക് അറിയുന്ന BPT ആണ്. BPT വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു റിലേഷൻ ADയും ABയും AEയും AC ഉള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ഡാറ്റാസ് മനസ്സിലായി. പക്ഷെ അവരൊന്നും റിലേഷൻ ഇല്ല. നമ്മുടെ ഉള്ളത് BPT ആണ്. അപ്പൊ അവിടെ DB ഒഴിവാക്കണമെങ്കിൽ DB ന്യൂമറേറ്ററിലേക്ക് എടുത്തു. രണ്ട് സെറ്റ് 1 ആഡ് ചെയ്തു, ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് അതുപോലെ കിട്ടി. ഇതുപോലെ റെസിപ്രോക്കൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വാല്യൂസ് കൊടുത്താൽ പോലെ ഇതിന്റെ അകത്ത് ഇത് നിങ്ങൾ ചെയ്തിട്ട് കണ്ടെത്തി കൂടെ. AD എത്രയാ? 2.4. AB എത്രയാണ്? AB എത്രയാ? 3.2 is equal to AE
ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എത്ര വരിക വെച്ചാല് 6 ആണ്. ശരി, 6 ആണ്. ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇത് പറഞ്ഞുതരാൻ കാരണം ഇങ്ങനെ ഒരു പ്രൂഫും കൂടെ നമുക്ക് പറഞ്ഞുതരണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നതാണ്. ഇപ്പൊ ഇത് പ്രൂഫും കൂടെ ഉണ്ട് BPT അകത്തെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ഓർത്തിട്ട് നിങ്ങൾ ഒരു മെത്തേഡ് കൂടെ എഴുതിച്ചോളൂ. ഞാൻ ഇത് പറഞ്ഞുതരണം, ഈ പ്രൂഫ് ഇങ്ങനെ വരുന്ന കാര്യം പറഞ്ഞുതരണമായിരുന്നു. പിന്നെ അതിലൊരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൂടിയാണ് ഇതെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ പ്രൂഫ് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. ഈ പ്രൂഫ് ഇങ്ങനെ വരും, ചിലപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരും, ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ AD/AB=AD എന്ന് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അത് BPT അല്ല, പക്ഷെ BPT ഉപയോഗിച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. പക്ഷെ ഈ പ്രോബ്ലം ചെയ്യാൻ ഇതന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. എങ്ങനെ ചെയ്യാം? അത് അതിന്റെ തുടക്കഭാഗം മാത്രമേ ഞാൻ പറഞ്ഞുതരുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഇത് 3.2 ഇത് 2.4 ആയിരിക്കാം. അപ്പൊ ഇത് എത്ര വരിക? ഈ സൈഡ് എത്ര വരിക? 3.2 2.4 കുറച്ചാൽ പോലെ അല്ലേ? ഈ BD എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് BD എത്ര വരും? DB എത്ര വരും? 0.8 അല്ലേ? 0.8 എന്ന് വരും. എന്തുകൊണ്ടാണ്? 3.2 2.4 കുറച്ചു. ഇനി ഞാൻ ഇവിടെ x എന്ന് കൊടുത്താൽ ഇവിടെ 8 - x അല്ലേ? ഇവിടെ ഞാൻ കൊടുത്തത് ഇവിടെ 8 - x എടുത്തൂടെ, കാരണം മൊത്തം 8 അല്ലേ ഉള്ളത്. അപ്പൊ എനിക്ക് കാണേണ്ട ആള് ഈ എഴുതുന്ന x കിട്ടും. മൊത്തം ലെങ്ത് 8 ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം? 8 - x കൊടുക്കാം. ഇവിടെ ഇനി BPT അപ്ലൈ ചെയ്യാലോ. ഇവിടെ ഇനി BPT അപ്ലൈ ചെയ്തൂടെ? എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞേ? 2.4/0.8 അല്ലെ? അതായത് AD/DB is equal to AE/EC. 2.4/0.8 is equal to x/x. ഇങ്ങനെയും ചെയ്യാം. ചെയ്യാം. ചെയ്തോ കേട്ടോ, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്തോളേ. ഇതാണ് എളുപ്പം കേട്ടോ, ഇതാണ് ഈസി മെത്തേഡ്. മറ്റൊന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ പ്രൂഫുകൾ പഠിപ്പിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു അവസരം കിട്ടിയതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. 16th പ്രോബ്ലം. 16th okay, 16th one. Two triangles ABC and DBC are drawn on the same hypotenuse BC and on the same side of BC. If AC and BD intersect at P, prove that AP into PC is equal to BP into figure വരയ്ക്കണം. ഫിഗർ തന്നിട്ടില്ല ക്വസ്റ്റ്യൻ. ഫിഗർ നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ ആണ്. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ചെയ്യാനായിട്ട്? അപ്പോ BC ആണ് BC. ഓക്കെ, ആ BC ഹൈപ്പോട്ടനസ് ആയിക്കൊണ്ട് രണ്ട് ട്രയാങ്കിൾസ്. സോറി, ഇത് പറയുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കാട്ടോ. ഇവിടെ 90 ഡിഗ്രി ആവണേ. പ്രകാരം 90 ഡിഗ്രി ഒന്നല്ല, ഇവിടെ 90 ഡിഗ്രി ആവണം. BC ഹൈപ്പോട്ടനസ് ആണ്. BC ഹൈപ്പോട്ടനസ് ആണ്, ഒപ്പം BC കോമൺ ആണ് രണ്ടിലും കേട്ടോ. അപ്പൊ ഇങ്ങനെ വരച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് ആണല്ലേ ഹൈപ്പോട്ടനസ്, 90യുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനസ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? BC ABC. യെസ്, ഇത് നമുക്ക് വേണമെങ്കിൽ A എന്ന് കൊടുക്കാം, പിന്നെ DBC ഇവിടെ D എന്നും കൊടുക്കാം. ACയും BDയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് P. സിമ്പിൾ പ്രോബ്ലം ആണ്.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ പി ഇൻറ്റു പി സി. എ പി ഇയാളാണ്, പി സി ഇയാളാണ്. ഈക്വൽ ടു ബി പി ഇൻറ്റു ഡി. അപ്പോൾ ഇത് വരുന്ന രണ്ട് ട്രയാങ്കിൾസ്, അത് ഈ സൈഡുകൾ വരുന്ന രണ്ട് ട്രയാങ്കിൾസ് ആദ്യം കണ്ടെത്തുക. അതാണ് ആദ്യത്തെ കാര്യം. ഏതാ നമ്മളെ നോക്കിയേ, എ പി ബിയും പി എ ബിയും പി ഡി സി എടുത്താ പോരെ അല്ലെ? ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്താൽ പോരെ മക്കളെ നമുക്ക്? കാരണം നമുക്ക് മാർക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് എ പി ഇൻറ്റു പി സി, അപ്പൊ എ പിയും പി സി വരണം. പിന്നെ ബി പി ഇൻറ്റു പി ഡി, അപ്പൊ ഈ രണ്ട് സൈഡ് വരണം. അപ്പൊ ഇത് രണ്ടും ഉള്ള രണ്ട് ട്രയാങ്കിൾ രണ്ടും എടുത്താൽ പോരെ? അപ്പൊ ഏതൊക്കെ എടുക്കും പറഞ്ഞേ? അപ്പൊ കൺസിഡർ, നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, സെന്റൻസിൽ ശ്രദ്ധിക്കുക. കൺസിഡർ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? കൺസിഡർ ട്രയാങ്കിൾ പി എ ബി ആൻഡ് ട്രയാങ്കിൾ പി ഡി സി. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ കണ്ടീഷൻസ് ഉള്ളത്. രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ മതി, അല്ലെങ്കിൽ മൂന്ന് സൈഡ് പ്രൊപ്പോർഷൻ. ഇവിടെ ആംഗിൾ വെച്ച് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഇവിടെ ഓൾറെഡി 90 ഡിഗ്രി ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഓൾറെഡി ശ്രദ്ധിച്ചേ, ആംഗിൾ പി എ ബി is equal to angle PDC is equal to 90 degree. It is given. അല്ലെ? അത് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അത് തന്നിട്ടുള്ള കാര്യമാണ്, അത് given. ഏത് റൈറ്റ് ആംഗിൾ ആണ്? ഇത് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണ്, തന്നിട്ടുള്ള കാര്യം. ഇനിയോ, ഇനി വേറെ ഏതെങ്കിലും ഒരു ആംഗിളോട് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഏതാ കിട്ടുക? എ പി ബി. നോക്കൂ, ഇത് രണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? അല്ലേ? ആ യെസ്, ഇങ്ങനെ ക്രോസ് ഉണ്ട്, അപ്പ ചിന്തിച്ചോളാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് അല്ലെ? ക്രോസ് കണ്ടാൽ ആ യെസ്, ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഏതാണ്? എ പി ബി is equal to ഡി പി സി അല്ലെ? എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. രണ്ടെണ്ണായില്ലേ? അപ്പൊ നമുക്ക് പറയാം, ട്രയാങ്കിൾ PAB is equal to, similar to triangle AB is similar to PDC by ഏത് criterion? AA criterion. ഇതൊക്കെ പ്രൂവ് ചെയ്യാനാണ് ഇതൊന്ന്. എങ്ങനെ പ്രൂവ് ചെയ്യും? സൈഡിൽ എടുത്തോളൂ, നമുക്ക് വേണ്ട സൈഡിൽ ഏതൊക്കെയാണ്? പി എയും പി സിയും. യെസ്, നമുക്ക് ആ പി എ വിടും, പി എ ബൈ പി ഡി. ഇവിടെ നോക്കട്ടെ, ഇവിടെ സൈഡുകള് നമുക്ക് പറയാം, പി എ ബൈ പി ഡി is equal to AB by DC is equal to BB by PC. നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് എഴുതാം. ഇവിടെ മൂന്ന് സൈഡിൽ പ്രൊപ്പോർഷൻ ആണ് കിട്ടി അല്ലെ? പി എ ബൈ പി ഡി is equal to AB by DC is equal to PA by PC. നമുക്ക് ഇനി വേണ്ട മാത്രം എഴുതാം. That is PA by PD is equal to PB by PC. ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ PA into PC is equal to PB into PD. PA into PC is equal to PB into PD. അല്ലേ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളത്?
പേരുകൾ മാറി PP ഒക്കെ ഉണ്ടെന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 17th ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾ വായിച്ച് ഒന്ന് നോക്കണം കേട്ടോ. അത് DEFG ഒരു ട്രയാങ്കിൾ ഉണ്ട്. സ്ക്വയർ BAC. ഇപ്പോ ABC BAC ഇവിടെ 90 ഡിഗ്രി ആണ്. ഇത് സ്ക്വയർ ആവുന്നുണ്ട് അല്ലെ? DEGF. FG square is equal to BG into FC. എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ? കാണുന്നുണ്ടോ എന്തെങ്കിലും മാർഗങ്ങള്? ഈ സാധനങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഇതിൽ പറയുന്നത് ഇതില് FG BG FC ഇവരൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കുക. ഈ ഒരു പാറ്റേൺ ചെയ്ത് പോകണം കേട്ടോ. അതായത് അത് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് തെളിയിക്കണം. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ തെളിയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? 90 ഡിഗ്രി അല്ലേ വരത്തുള്ളൂ. സ്ക്വയർ ആണല്ലോ. സ്ക്വയർ ആകുമ്പോൾ സ്ക്വയർ എല്ലാ ആംഗിൾസും 90 ആണല്ലോ അല്ലെ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും അല്ലെ? പിന്നെ ഈ ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണല്ലോ. അപ്പൊ ഇത് ഈ സൈഡ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഈ ആംഗിൾ എന്താ വരിക? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ? ഈ രണ്ട് സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾസ് തെളിയിക്കാൻ പറ്റും. നമുക്ക് അല്ലാതെ ഈ രണ്ട് ട്രയാങ്കിൾസ് തെളിയിക്കാൻ ഒരു മാർഗമില്ല. അതുകൊണ്ടാണ് കേട്ടോ BGയും FCയും കണക്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് തെളിയിക്കണം. പക്ഷേ അത് ഡയറക്റ്റ് തെളിയിക്കാൻ നമ്മൾ അതിന് ഈ ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. 90 ഡിഗ്രി എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. വേറൊരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ട് ഇത് രണ്ടും സിമിലർ തെളിയിക്കാം, ഇത് രണ്ടും സിമിലർ തെളിയിക്കാം. അങ്ങനെയാണ് ഇത് രണ്ടും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും സിമിലർ തെളിയിക്കാൻ മാർഗമുണ്ട്. കാരണം ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾസ് ഈക്വൽ എന്ന് പറയാം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മുടെ ഉണ്ട് കേട്ടോ. കാരണം സ്ക്വയറിന്റെ ഈ സൈഡിൽ പാരലൽ ആയിരിക്കുമല്ലോ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇത് മനസ്സിലാവുന്നതിന് മുമ്പോടെ ഞാൻ പറഞ്ഞുതരാം. എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളാം. കൺസിഡർ ട്രയാങ്കിൾ ADE and triangle BG. സോറി, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആംഗിൾ വെച്ചിട്ട് കേട്ടോ. അത് ഏതാ വരിക? DAE and BAE and BGD.
ട്രയാങ്കിൾസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. നോക്കിക്കോളൂ, അതിനകത്ത് ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആണ്? ആംഗിൾ DAE is equal to angle BGD. 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണ്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇതാക്കണം. 90 ഡിഗ്രി ആണ്. നിങ്ങൾ സ്റ്റെപ്സ് ആവശ്യമുള്ള സ്റ്റെപ്സ് മാത്രം നോട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഇത് ഫുൾ ആയിട്ട് നിങ്ങളിപ്പോ പകർത്തണമെന്നില്ല, അത് ആവശ്യമുള്ള സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്. പിന്നെ റീസൺ എഴുതിക്കണം കേട്ടോ. പിന്നെ വരുന്ന ഏതാ? ആംഗിൾ ADE ഈക്വൽ ടു ആംഗിൾ DBG. എന്തുകൊണ്ട് അതിനെ ഈക്വലായി? അതിനെ ഈക്വൽ ആവാനുള്ള കാരണം എന്താണ്? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, അല്ലെ? സിമിലർ ആണ് പറയാം. ട്രയാങ്കിൾ DAE similar to triangle BGD. അതേപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതേ കാര്യം പോലെ തന്നെ ഇവിടെ നോക്കൂ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, അല്ലെ? അപ്പോ എങ്ങനെ പറയാൻ പറ്റും? ആംഗിൾ triangle ADE തിരിച്ച് പറയാം. ADE പിന്നെ വരുന്ന എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ F ആണ്. 90 നോക്കൂ, 90 ഡിഗ്രി അല്ലെ? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളതാണ് F. ഡിക്ക് കറസ്പോണ്ടിങ് വരുന്നത് E ആണ്. ഇവിടെ ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് എന്താണ്? C. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C. ഇങ്ങനെയാണ് എഴുതാൻ. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ, പറഞ്ഞുതരാം. ADE is equal to FEC. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് വരും? അതിനകത്ത് ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആണ് നോക്കൂ. DAE is equal to angle EFC 90 ഡിഗ്രി. നോക്കി നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ആംഗിൾ AED is equal to angle FCE. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ നമുക്ക് തരാം ട്രയാങ്കിൾ DAE അല്ലെങ്കിൽ ADE. ഞാൻ ADE എന്നാണ് ഇവിടെ എടുത്തത് അല്ലേ? ഓക്കെ, ADE സിമിലർ ടു ട്രയാങ്കിൾ FEC. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടാ. ഞാൻ ഇവിടെ ഞാൻ എടുത്തത് ശ്രദ്ധിച്ചില്ല, ഞാൻ DAE നല്ല എടുത്തേക്കണേ. അപ്പൊ ഇവിടെ DAE ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇപ്പോ ഇവിടെ ആ ഓർഡർ മാറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തുടക്കം തൊട്ട് നിങ്ങൾ രണ്ടാമത് എഴുതാനായിട്ടത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർ രണ്ടാമത് കൃത്യമായിട്ട് എഴുതിയിട്ട് എനിക്ക് അയക്കണേ. ഇങ്ങനെ എഴുതാ, ഓർഡർ മാറ്റുന്നത് DAE നോക്കണേ. അപ്പൊ ഇവിടെ ഡിയുടെ സ്ഥാനത്ത് ഇവിടെ ഡിയുടെ പൊസിഷൻ ആളാണ് E അല്ലേ? E അല്ലെ? ഡിയുടെ പൊസിഷൻ ഇവിടെ വരുന്ന ആളാണ് E. എയുടെ പൊസിഷനിൽ ഇവിടെ ഉള്ള ആളാണ് F. ശ്രദ്ധിച്ചോളാം കേട്ടോ, എന്റെ പൊസിഷനിലുള്ള F. അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടതേ ഉള്ളൂ. AD മാറ്റിയിട്ട് DA കിട്ടും, AD മാറ്റി DA കിട്ടും. അപ്പൊ ഇവിടെ F മാറ്റി EF ആക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തില്ല. ആലോചിക്കണ്ട. AD മാറ്റി DA ആക്കിയപ്പോ ഇവിടെ F മാറ്റി ആരാക്കി EF ആക്കി. ഇപ്പൊ നോക്കിയേ, ട്രയാങ്കിൾ DAE സിമിലർ ടു ട്രയാങ്കിൾ BCD ആണ്. അതേപോലെ ട്രയാങ്കിൾ DAE സിമിലർ ടു EFC ആണ്. അപ്പൊ എനിക്കൊരു കാര്യം പറഞ്ഞോളൂ മക്കളെ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ എന്ന് പറഞ്ഞൂടെ? ഇത് ഇതിനോട് സിമിലർ ആണ്, ഇതിനോട് സിമിലർ ആണ്. ഇപ്പൊ നമുക്ക് പറയാം
triangle BG, therefore triangle BGD is similar to triangle EFC എന്ന് പറയും. EFC എന്ന് പറയും. ഇനി ഒരു റേഷ്യോ എടുക്കാം. BG by EF is equal to GD by FC. അത്ര ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നമ്മൾ എടുക്കുന്നു കേട്ടോ, മറ്റൊന്നും എടുക്കുന്നില്ല. BG by EF is equal to GD by FC. നമ്മളെ ശ്രദ്ധിക്കാം, ഇനിയാണ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നിങ്ങൾ ശ്രദ്ധിക്കാം, നമുക്ക് പ്രൂഫിൽ പറഞ്ഞിട്ടുള്ളത് FG സ്ക്വയർ പ്രൂവ് ചെയ്യാനാണ് അല്ലേ? ആണോ ഇല്ലയോ? FG സ്ക്വയറിനല്ലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളത്. ഇവിടെ എങ്ങനെ വല്ലതും ഉണ്ടോ? നോക്കൂ, EF-ഉം GD-യും EF is equal to GD is equal to FG ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇത് സ്ക്വയർ അല്ലേ? ഇത് സ്ക്വയർ ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് സ്ക്വയർ ആയതുകൊണ്ട് EF-ഉം GD-യും FG-യും ഈക്വൽ അല്ലേ? എല്ലാം ഈക്വൽ ആണ്, നമുക്ക് വേണ്ടത് എടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? EF-ന് പകരം FG എന്ന് കൊടുക്കാം, GD-ക്ക് പകരം FG കൊടുക്കാം. അപ്പൊ എന്തൊരു BG by FG is equal to FG by FC. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ BG into FC is equal to FG square. BG into FC is equal to FG square. അപ്പൊ ശ്രദ്ധിക്കാൻ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ട് തെളിയിച്ചു, അതുപോലെ ഇത് രണ്ടും സിമിലർ ആയിട്ട് തെളിയിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സിമിലർ ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രൈറ്റീരിയ ചോദിച്ചോളൂ. ഒന്ന് നല്ലപോലെ ട്രൈ ചെയ്തു കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയമില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അതുകൂടെ എനിക്ക് ഹോംവർക്കിൽ അസൈൻമെന്റിലൂടെ അയച്ചു തരണം കേട്ടോ. ട്രൈ ചെയ്താൽ മതി, കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടല്ലോ മക്കളെ. ട്രയാങ്കിൾസിനെ കുറച്ചേ ആയിട്ടുള്ളൂ. ലാസ്റ്റ് ഏതാണ് മോഡൽ രാജലക്ഷ്മി പറയുന്നത്? ഇതാണോ പറയുന്നത്? അതായത് മോളെ ഇവിടെ നമ്മൾ BG by EF is equal to GD by FC കിട്ടിയിട്ടുണ്ട്. EF-ഉം GD-യും ആരോട് ഈക്വലാണ്? FG-യോട് ഈക്വലാണ്. കാരണം കൊണ്ടത് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ EF-ന് FG കൊടുത്തു, GD-ക്ക് FG കൊടുത്തു. നമ്മൾ ക്രോസ് ചെയ്തു. BG into FC is equal to FG into FG ആണ് FG സ്ക്വയർ. അതല്ലേ പ്രൂഫ് പറഞ്ഞിട്ടുള്ളത്? എല്ലാവരും നോക്കും, അതല്ലേ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയ മോളെ? ശരി കേട്ടോ മക്കളെ. അപ്പൊ അറ്റൻഡൻസ് ഫോം ഫില്ല് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഇവിടെ ഇടാം. എന്തോ വന്നത്? ഓക്കെ, ഞാൻ കൺട്രോൾ ചെയ്യിക്കുമ്പോഴത്തേക്കിന്. ശരി, ഓക്കെ. അപ്പൊ എല്ലാവരും നമ്മൾ എഴുതാട്ടോ. ട്രയാങ്കിൾ ഒക്കെ പഠിച്ച് ബോറടിച്ചോ? ലീനിയർ ഇക്വേഷൻസ് ക്വാഡ്രാറ്റിക് പോലെ ഒന്നല്ല അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പൊ നമുക്ക് 7:30 വരെയാണ് ഇപ്പൊ സമയമുള്ളത്, അതുകൊണ്ടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതും കൂടെ ഹോംവർക്ക് ആയിട്ട് ചെയ്തു വരും. ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയക്കാം അസൈൻമെന്റ് കൂടെ കേട്ടോ. അത്രേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ, ചെറുതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവർക്കും കേട്ടോ. അപ്പൊ ഇത് എടുത്ത പോർഷൻസ് പഠിക്കാം, ടെക്സ്റ്റിലെ പ്രോബ്ലംസ്, കറസ്പോണ്ടിങ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കേട്ടോ. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.